നമസ്കാരം, എല്ലാവർക്കും PSC പ്രോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വിറ്റാമിൻസ് ആണ്. ജീവകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാ പരീക്ഷയ്ക്കും സയൻസിൽ നിന്ന് വിറ്റാമിൻസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് നടക്കാം. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. IUPAC ജീവകങ്ങൾക്ക് രാസനാമങ്ങൾ നൽകിയിരിക്കുന്നത് ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രിയാണ്. IUPAC ആണ് ജീവകങ്ങൾക്ക് രാസനാമങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ്. വിറ്റാമിൻ, വിറ്റ പ്ലസ് അമിൻ, ജീവൻ എന്ന അർത്ഥം വരുന്ന വിറ്റ, ജൈവസംയുക്തം എന്നർത്ഥം വരുന്ന അമീൻ എന്നീ ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് വിറ്റാമിൻ എന്ന പേരുണ്ടായത്. വിറ്റാമിൻ എന്ന് പറയുന്ന വാക്ക് ലാറ്റിൻ വാക്കാണ്. പോളണ്ടുകാരനായ ശാസ്ത്രജ്ഞൻ കാസിമർ ഫങ്കാണ് ഈ പേര് മുന്നോട്ട് വെച്ചത്. വിറ്റാമിൻ എന്ന പേര് മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞനാണ് കാസിമർ ഫങ്ക്. വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഡി അറിയപ്പെടുന്നത് കാൽസിഫെറോൾ എന്നാണ്. വിറ്റാമിൻ ഡിയുടെ അപരനാമങ്ങളാണ് സൺഷൈൻ വിറ്റമിൻ, ആൻറ്റി റിക്കറ്റിക് വിറ്റമിൻ എന്നിവ. പ്രധാന ഉറവിടങ്ങൾ മുട്ട, പാൽ, മത്സ്യം, സൂര്യപ്രകാശം. വിറ്റാമിൻ ഡി അപര്യാപ്തത രോഗങ്ങളാണ് റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേഷ്യ എന്നിവ. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ വൈറ്റമിൻ ഡി നിർമ്മിക്കപ്പെടുന്നു. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ത്വക്കിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. വിറ്റാമിൻ എ, വിറ്റാമിൻ എ അറിയപ്പെടുന്നത് റെറ്റിനോൾ എന്നാണ്. അപരനാമം ബ്രൈറ്റ് ഐ, ബ്രൈറ്റ് ഐ എന്നാണ് അപരനാമം. ഉറവിടം ഇലക്കറികൾ, മീൻ, എണ്ണ, മുട്ട, ക്യാരറ്റ്, മധുരക്കിഴങ്ങ്. വിറ്റാമിൻ എ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ എന്നിവ. കണ്ണുകളുടെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് വൈറ്റമിൻ എ ആവശ്യമാണ്. കണ്ണുകളുടെയും ത്വക്കിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ B3, വൈറ്റമിൻ B3 അറിയപ്പെടുന്നത് നിയാസിൻ എന്നാണ്. അപരനാമം നിക്കോട്ടിനിക് ആസിഡ്, നിക്കോട്ടിനിക് ആസിഡ് എന്നാണ് വൈറ്റമിൻ B3യുടെ അപരനാമം. പ്രധാന ഉറവിടങ്ങൾ പയർ, നിലക്കടല, മത്സ്യം, മാംസം. അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. വിറ്റാമിൻ B3 അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാകുന്ന അവസ്ഥയാണ് പെല്ലഗ്ര. ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്ന് B3 നിർമ്മിക്കപ്പെടുന്നു. ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്ന് B3 നിർമ്മിക്കപ്പെടുന്നു. അടുത്തത് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ അറിയപ്പെടുന്നത് ഫില്ലുക്കിനോൺ എന്നാണ്. അപരനാമം ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ. ഉറവിടം തക്കാളി, സോയാബീൻ, മാംസം, ലെറ്റ്യൂസ്. വിറ്റാമിൻ കെ അപര്യാപ്തത രോഗങ്ങളാണ് രക്തം കട്ടപിടിക്കാത്ത അവസ്ഥ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. വിറ്റാമിൻ B1, വിറ്റാമിൻ B1 അറിയപ്പെടുന്നത് തയാമിൻ എന്നാണ്. പ്രധാന ഉറവിടങ്ങൾ ധാന്യങ്ങൾ, പയർ, ചീര, സൂര്യകാന്തി വിത്തുകൾ, പാൽ, ചുവന്ന മാംസം, കോളിഫ്ലവർ, നട്ട്സ്. വിറ്റാമിൻ B1 അപര്യാപ്തത രോഗമാണ് ബെറിബെറി, ബെറിബെറി. വിറ്റാമിൻ B1ൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്. നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖമാണ് ബെറിബെറി. അരിയുടെ തവിടിൽ സമൃദ്ധമായുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ B1. അരിയുടെ തവിടിൽ ധാരാളമായി കാണപ്പെടുന്നത് വിറ്റാമിൻ B1 ആണ്. വൈറ്റമിൻ B9, വൈറ്റമിൻ B9 അറിയപ്പെടുന്നത് ഫോളിക് ആസിഡ് എന്നാണ്. അപരനാമമാണ് ഫോളാസിൻ, ഫോളേറ്റ്. ഉറവിടം ചീര, ഈന്തപ്പഴം, ബീറ്റ്റൂട്ട്, അവക്കാഡോ, ഓറഞ്ച്. അപര്യാപ്ത രോഗം മെഗലോബ്ലാസ്റ്റിക് അനീമിയ. ദഹനത്തിനും മാനസികാരോഗ്യം നിലനിർത്താനും സഹായിക്കുന്ന ജീവകമാണ് ജീവകം B9. വൈറ്റമിൻ സി അറിയപ്പെടുന്നത് അസ്കോർബിക് ആസിഡ് എന്നാണ്. ഉറവിടം പേരയ്ക്ക, തക്കാളി, ഓറഞ്ച്, നാരങ്ങ, മുന്തിരി. അപര്യാപ്തത രോഗമാണ് സ്കർവി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകമാണ് ജീവകം സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വൈറ്റമിൻ സി ആണ്. അടുത്തത് വൈറ്റമിൻ ഇ, ടോക്കോഫെറോൾ എന്നാണ് അറിയപ്പെടുന്നത്. വൈറ്റമിൻ ഇ ആണ് ടോക്കോഫെറോൾ.
അപരനാമം ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ എന്നിവയാണ് ഇതിൻ്റെ അപരനാമങ്ങൾ. ഉറവിടം ഏത്തപ്പഴം, ഇലക്കറികൾ, സോയാബീൻ, മുട്ട, ആൽമണ്ട് തുടങ്ങിയവ. അപര്യാപ്തത രോഗമാണ് വന്ധ്യത. ആൽഫ, ബീറ്റ എന്നിങ്ങനെ 2 വകഭേദങ്ങളുള്ള വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. അടുത്തത് ജീവകം B5. ജീവകം B5 അറിയപ്പെടുന്നത് പാൻറ്റോതെനിക് ആസിഡ് എന്നാണ്. അപരനാമമാണ് ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B5 ആണ്. ഉറവിടം പാൽ, കരൾ, ഈസ്റ്റ്, ധാന്യങ്ങൾ, മാംസം, നിലക്കടല, കശുവണ്ടി, അവക്കാഡോ, ബ്രൗൺ റൈസ്, ബ്രോക്കോളി എന്നിവയാണ്. അപര്യാപ്തത രോഗമാണ് പാരസ്തീഷ്യ. മുട്ടയുടെ മഞ്ഞക്കരു, സോയാബീൻ എന്നിവയാണ് ജീവകം B5ൻ്റെ പ്രധാന സ്രോതസ്സുകൾ. അടുത്തത് വിറ്റാമിൻ B2 ആണ്. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്നു. റൈബോഫ്ലാവിൻ ആണ് വിറ്റാമിൻ B2. അപരനാമം വൈറ്റമിൻ ജി, ലാക്ടോഫ്ലേവിൻ, ഓവോഫ്ലേവിൻ എന്നിവ. ഉറവിടം ബ്രോക്കോളി, ധാന്യങ്ങൾ, മുട്ട, സാൽമൺ, പാൽ, ചീര. അപര്യാപ്തത രോഗം അരിബോഫ്ലാവിനോസിസ്, ആൻഗുലാർ സ്റ്റൊമാറ്റിസ്. ചുണ്ടിൽ വ്രണങ്ങളും നാവിലെ കുമിളകളും ജീവകം B2ൻ്റെ അപര്യാപ്തത ലക്ഷണങ്ങളാണ്. വിറ്റാമിൻ B12 അറിയപ്പെടുന്നത് സൈനോകൊബാലമിൻ എന്നാണ്. അപരനാമമാണ് എനർജി വൈറ്റമിൻ. എനർജി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B12 ആണ്. ഉറവിടം പാൽ, മുട്ട, ചീസ്, മാംസങ്ങളാണ്. അപര്യാപ്തത രോഗമാണ് പെർനീഷ്യസ് അനീമിയ, മെഗലോബ്ലാസ്റ്റിക് അനീമിയ എന്നിവ. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിലെ മുഖ്യ രാസത്വരകം എന്ന് പറയുന്നത് വൈറ്റമിൻ B12 ആണ്. വൈറ്റമിൻ B6 പിരിഡോക്സിൻ എന്നറിയപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B6. ഇതിൻ്റെ ഉറവിടം അവക്കാഡോ, ബീൻസ്, ചിക്കൻ, സൂര്യകാന്തി വിത്തുകൾ, എള്ള് എന്നിവയാണ്. അപര്യാപ്തത രോഗമാണ് അനീമിയ, പെരിഫറൽ ന്യൂറോപ്പതി എന്നിവ. അൾട്രാ വയലറ്റിൻ്റെ സാന്നിധ്യത്തിൽ വിഘടിക്കപ്പെട്ടു പോകുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ B6. വൈറ്റമിൻ B7. വൈറ്റമിൻ B7 അറിയപ്പെടുന്നത് ബയോട്ടിൻ എന്ന പേരിലാണ്. അപരനാമമാണ് ജീവകം H. ജീവകം H എന്നറിയപ്പെടുന്നത് B7 ആണ്. ക്രിസ്റ്റലീയ ഘടനയോട് കൂടിയ ജീവകമാണ് വൈറ്റമിൻ B7. ക്രിസ്റ്റലീയ ഘടനയോട് കൂടിയ ജീവകം ഏതാണ്? B7 ആണ്. ACDEK എന്നീ പേരുകളിലുള്ള 5 ജീവകങ്ങളും B കോംപ്ലക്സിലെ 8 ജീവകങ്ങളും ചേർന്ന് ആകെ 13 ജീവകങ്ങളാണ് മനുഷ്യ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനിവാര്യമായിട്ടുള്ളത്. അപ്പോൾ ആകെ ജീവകങ്ങളുടെ എണ്ണം 13 ആണ്. ACDEK എന്നീ പേരുകളിലുള്ള 5 ജീവകങ്ങളും അതിൻ്റെ കൂടെ B കോംപ്ലക്സിലെ 8 ജീവകങ്ങളും ചേർന്നതാണ് 13 ജീവകങ്ങൾ. ജീവകങ്ങളെ 2 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്നവയെന്നും വെള്ളത്തിൽ ലയിക്കുന്നവയെന്നും. ജീവകം ADEK എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. അതുപോലെ ജീവകം B കോംപ്ലക്സ്, C എന്നിവ വെള്ളത്തിൽ ലയിക്കുന്നതും. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് ADEK. അഡക് എന്ന് പഠിക്കാം, അല്ലെങ്കിൽ കൊഴുപ്പ് കേട എന്നും പഠിക്കാം. KEDA കേട, കൊഴുപ്പ് കേട. KEDA എന്നീ വൈറ്റമിൻസ് ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓർത്തിരിക്കുക, കൊഴുപ്പ് കേട. Bയും Cയുമാണ് വെള്ളത്തിൽ ലയിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത കോശങ്ങളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യം വേണ്ട പ്രകൃതിദത്ത രാസഘടകങ്ങൾക്ക് പറയുന്ന പേരാണ് വൈറ്റമിൻ അഥവാ ജീവകം. നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ജീവകങ്ങളുടെ എണ്ണം നേരത്തെ പറഞ്ഞു 13 ജീവകങ്ങളാണ്. വൈറ്റമിനുകൾ കൂടുതലാകുന്നത് മൂലം ഉണ്ടാകുന്ന ശാരീരികാവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പർ വൈറ്റമിനോസിസ് എന്ന് പറയുന്നത്. വൈറ്റമിനുകൾ കൂടുതലാകുന്ന അവസ്ഥ, അതാണ് ഹൈപ്പർ വൈറ്റമിനോസിസ്. വൈറ്റമിൻ B കോംപ്ലക്സിലെ തയാമിൻ, അതായത് ജീവകം B1 ആദ്യമായി വേർതിരിച്ചെടുത്തത് ആരാണ്? കാസിമിർ ഫങ്കാണ്. കാസിമിർ ഫങ്കാണ് വൈറ്റമിൻ എന്ന് പറയുന്ന പേര് മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞൻ. അദ്ദേഹമാണ് B1 വേർതിരിച്ചെടുത്തത്. വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതെല്ലാം? B കോംപ്ലക്സ്, C. B കോംപ്ലക്സും Cയും ആണ് വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിൻ. കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ
B12. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതെല്ലാം? കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൊഴുപ്പ് കേട എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പോൾ KEDA ഈ വൈറ്റമിൻസ് ആണ് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിൻസ്. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു കരോട്ടിനാണ്. ശരീരത്തിൽ ഏത് വൈറ്റമിനുമായി മാറ്റപ്പെടുന്നത് കൊണ്ടാണ് കരോട്ടിന് പ്രോവൈറ്റമിൻ എ എന്ന പേര് വന്നത്? ജീവകം എ ആണ്. വൈറ്റമിൻ എ സംഭരിക്കപ്പെടുന്ന ശരീരഭാഗം കരളാണ്. കരളിൽ സംഭരിക്കപ്പെടുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ, അതുപോലെ വൈറ്റമിൻ B12 എന്നിവ. നാഡികളുടെ പുറമേയുള്ള ആവരണമായ മൈലിൻ ഷീത്ത് നിർമ്മിക്കാനും അത് നശിക്കാതെ കാക്കാനും വേണ്ട ജീവകമാണ് വൈറ്റമിൻ B12. കുടലിൽ ജീവിക്കുന്ന ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ B12. കുടലിൽ ജീവിക്കുന്ന ചില ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം B12. അന്നപഥത്തിൽ വൈറ്റമിൻ B12 ആഗിരണം ചെയ്യപ്പെടുന്നതിന് വേണ്ട ഘടകമാണ് കാസിൽസ് ഇൻട്രിൻസിക് ഫാക്ടർ. സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ത്വക്കിൽ പതിക്കുമ്പോൾ ത്വക്കിനടിയിലുള്ള എർഗോസ്ട്രോൾ എന്ന കൊഴുപ്പ് ഏത് വൈറ്റമിനായാണ് രൂപാന്തരപ്പെടുക? വൈറ്റമിൻ D ആണ്. അതാണ് സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ. സൂര്യപ്രകാശത്തിൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ത്വക്കിൽ പതിക്കുമ്പോൾ ത്വക്കിനടിയിലുള്ള എർഗോസ്ട്രോൾ എന്ന കൊഴുപ്പ് വൈറ്റമിൻ D ആയിട്ട് രൂപാന്തരപ്പെടുന്നു. വൈറ്റമിൻ D അധികമായാൽ ശരീരത്തിലുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പോർ കാൽസിമിയ. വൈറ്റമിൻ K കണ്ടുപിടിച്ചത് ഹെൻറിക് ഡാം ആണ്. വൈറ്റമിൻ K കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിക് ഡാം. ഏത് വാക്കിൻ്റെ ആദ്യ അക്ഷരമാണ് വൈറ്റമിൻ Kയിലെ K? കൊയാഗുലേഷൻ ആണ്. കൊയാഗുലേഷൻ മീൻസ് കട്ട പിടിക്കൽ എന്നാണ്. വൈറ്റമിൻ Kയിലെ K കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊയാഗുലേഷൻ എന്നാണ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് വൈറ്റമിനെ കുറിച്ചാണ്. വളരെ ഡീപ്പായിട്ട് തന്നെ വൈറ്റമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. വീഡിയോസ് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.